Stop. Hello guys. ഞാൻ പിന്നെ വീഡിയോ ആയിട്ട് വന്നു. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ ബുക്സിനെ കുറിച്ചുള്ള കുറെ കമ്പ്യൂട്ടർ പാർട്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ ഇത് ഫസ്റ്റ് നമുക്ക് എന്നൊക്കെ തുടങ്ങാം. നിങ്ങൾക്ക് എൻ്റെ ബുക്സിൻ്റെ ഇത് കാണിച്ചില്ല. രണ്ട് സി ഉണ്ട്, ഒരു എസ് ഉണ്ട്. പിന്നെ ഇവിടെ ഞാൻ 1 സിയിലാണ്. പിന്നെ ഞാൻ എൻ്റെ കുറെ ബുക്സിന്റെ കുറെ ഇത് കാണിച്ചിട്ടുണ്ട്. കുറെ പേജുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നില്ല. ഇത് എൻ്റെ കമ്പ്യൂട്ടർ ബുക്കിന്റെ ഒരു പ്ലെയിൻ പേജാണ്. അതുകൊണ്ട് പിന്നെ ഇതെന്റെ കമ്പ്യൂട്ടർ ബുക്കിന്റെ ഒരു ഇതെന്റെ കമ്പ്യൂട്ടർ ബുക്കിന്റെ കുറെ പിക്ചേഴ്സ് കൊടുത്തിട്ടൊക്കെ ഉണ്ട്. പിന്നെ പിക്ചേഴ്സ് ഒക്കെ കഴിഞ്ഞാൽ ഇത് ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറെ പിക്ചേഴ്സ് ഒക്കെ നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇതിന്റെ നല്ല കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. ചീത്ത കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതൊക്കെ കുറെ ഷേപ്സ് ആണ്. ഷേപ്സും ഞങ്ങളെ പഠിപ്പിക്കാറുണ്ട്. പിന്നെ ഇത് കുറെ പിക്ചേഴ്സ്. ഇതാണ് നമ്മുടെ കമ്പ്യൂട്ടർ. ഇതാണ് മൗസ്. ഇത് മൗസ്, ഇത് കീബോർഡ്. ഇതാണ് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ, CPU. നമുക്കിനി കമ്പ്യൂട്ടർ ഓൺ ആക്കണമെങ്കിൽ ഇവിടെ നിൽക്കാൻ മതി. ഈ സർക്കിളും ഒരു വരെയുള്ള സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് കമ്പ്യൂട്ടർ ഓൺ ആയി കേട്ടോ. പിന്നെ നമ്മൾ ഇതൊക്കെ ഞങ്ങൾ കമ്പ്യൂട്ടർ ലാബിൽ കൊണ്ടുപോകാറുണ്ട്. പിന്നെ കീബോർഡ്, പിന്നെ മൗസ്. ഞാൻ ഇന്നെ കമ്പ്യൂട്ടർ ബുക്കാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് എൻ്റെ ബുക്കാണ്. അപ്പം ഇത് എൻ്റെ പേര് എഴുതിയിട്ടുണ്ട്, വിഷ്ണുദാസ് വിനീതെന്ന്. അതുപോലെ തന്നെ അത് എഴുതിയിട്ടുണ്ട്. ഇത് 1 സിയിലാണ് ഞാൻ പഠിക്കുന്നത്. പിന്നെ ഞാൻ ഇത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇതെൻ്റെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള പേജാണ്. ഇവിടെ എന്തോ എഴുതിയിട്ടുണ്ട്. ആ സാധനമില്ല, പോട്ടെ. പിന്നെ ഇവിടെ എന്തോ സാധനം എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്തോ ഒരു ഫോക്സിൻ്റെ ഉണ്ട്. കുറെ കഥകൾ ഇങ്ങനെ കൊടുക്കാറുണ്ട്. ഇത് എൻ്റെ കമ്പ്യൂട്ടർ ലാബിൻ്റെ ഇതാണ്. അതൊക്കെ ഗെയിംസ് പോലൊക്കെ എൻ്റെ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഗെയിംസ് അല്ല. ഇതെൻ്റെ കുറെ പിക്ചേഴ്സ് ആണ്. 17, 19, 20, 22, 33, 47 അങ്ങനെ കുറെ ഉണ്ടായിരിക്കും. നമ്പേഴ്സ് ഉള്ള കുറെ പിക്ചേഴ്സ് ആണ്. ഇത് കുറെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. കുറെ കുട്ടികൾ ഈ ഡോഗിന്റെ കട്ടകളൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുന്നത് അത് കണ്ടിട്ടില്ല അല്ലേ? അങ്ങനത്തെ സ്ഥലം കണ്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിന്റെ പാർട്സ് അറിയാമോ? ഇല്ല അല്ലേ? ഇല്ല. പക്ഷേ ഫസ്റ്റ് സ്റ്റാൻഡേർഡായ കമ്പ്യൂട്ടർ ഉണ്ട്. നമ്മൾ LKG UKG ഒന്നും അങ്ങനെയില്ലായിരുന്നു. മാത്സ് ഉണ്ട്. പക്ഷെ ഞാനത് പറയാൻ പോകുന്നത് ഇതാണ് നമ്മുടെ കമ്പ്യൂട്ടർ. അവിടെ നമുക്ക് അവിടെ എന്തോ ലാപ്ടോപ്പ് ഒക്കെ ഉണ്ടായിട്ട് അതിൻ്റെ അപ്പുറത്താണ് കമ്പ്യൂട്ടർ. പിന്നെ അവിടെ ഈ കമ്പ്യൂട്ടർ ഉണ്ടായിരിക്കും. പിന്നെ ഇത് മൗസാണ്. ഇത് പിന്നെ മൗസാണ്. ഇത്
മൗസ്, ഇത് പിന്നെ എന്താ നമ്മുടെ കീബോർഡാണ്. നമ്മൾ വർക്ക് ചെയ്യത്തില്ലേ, ടിവിയുടെ കീബോർഡ് അങ്ങനെ വർക്ക് ചെയ്യത്തില്ല, അതാണ്. അവിടെ ഇങ്ങനെ അതായത് കീബോർഡ് ഇല്ല, നമ്മുടെ ടിവിയുടെ കീബോർഡ് ഉണ്ട്, കമ്പ്യൂട്ടറിന്റെ കീബോർഡ് ഉണ്ട്, അത് പല കീബോർഡ്സ് ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ ഈ മൗസും കീബോർഡും കമ്പ്യൂട്ടറും നിങ്ങൾ പരിചയപ്പെട്ടു അല്ലേ? കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ കണ്ടിട്ടുണ്ട്, നമ്മുടെ മനുഷ്യന്മാരുടെ തല ബ്രെയിൻ ഉണ്ട്. പക്ഷെ തലച്ചോറല്ലേ, തലച്ചോറ്. പക്ഷെ ഈ കമ്പ്യൂട്ടറിന്റെ കീബോർഡിന്റെ മൗസിന്റെ ഒരു സാധനമുണ്ട്, അതാണ് CPU. CPU ആണ് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ, നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ. അതറിയാലോ? ഓക്കെ, അത് പിന്നെ അപ്പം നമുക്കറിയാം. ഇനി കമ്പ്യൂട്ടർ ഓൺ ആക്കണമെങ്കിൽ ഇതിന്റെ ഇവിടെ കണ്ട ഈ സ്ഥലത്ത് ക്ലിക്ക് ചെയ്താൽ മതി, ഓൺ ആയിക്കോളൂ കേട്ടോ. പിന്നെ ഞാൻ നിങ്ങളെ ഇതിൽ കുറെ കാണിച്ചു തരാം. പിന്നെ ഇത് കണ്ടോ, ഇത് കണ്ടോ, കുറെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? അതുകൊണ്ട് ഇത് ഞാൻ മാച്ചിങ് ചെയ്താണ്, കുറച്ച് തെറ്റൊക്കെ പോയി, അത് സാരമില്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞാണ്, ഇതാണ് CPU. ഈ CPUന്റെ സ്പെല്ലിംഗ് CPU. അങ്ങനെ പിന്നെ നമ്മള് പോകുമ്പോൾ തന്നെ എന്താ പറയുക, ഇത് കണ്ടോ, ഇതാണ് കീബോർഡ്. ഇത് കുറെ കണ്ടില്ലേ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഇവിടെ ഇത് മാറ്റാനുള്ള, ഇത് ഡൗൺ, ഇത് അപ്പ്, പിന്നെ ഇത് റൈറ്റ്, ലെഫ്റ്റും റൈറ്റ്. ഇനി ഈ ഡൗൺ ഈ നിങ്ങൾ സ്പേസ് ബാർ കണ്ടിട്ടുണ്ടോ? സ്പേസ് ബാർ ഉണ്ട് അല്ലേ? സ്പേസ് ബാർ കണ്ടിട്ടില്ല, ഇതാണ് സ്പേസ് ബാർ. പക്ഷെ നിങ്ങൾ വല്ല വീഡിയോസിൽ പിന്നെ ഈ സ്പേസ് ബാർ ഓൺ ആവത്തില്ല, ഇത് ഓണാക്കി പിന്നെ ഓൺ ആവും TV അല്ലേ? പക്ഷെ ഇതിനെ പുറകിൽ ഒരു കാര്യമുണ്ട്, എന്താണെന്ന് അറിയാമോ? ഇത് നമ്മുടെ പേര് ടൈപ്പ് ചെയ്യും അല്ലേ? പേര് നമ്മൾ ടൈപ്പ് ചെയ്യാറുണ്ട്. ടൈപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എൻ്റെ പേര് വിഷ്ണു ദർശൻ. പക്ഷെ അത് ഞാൻ ഒന്ന് പറയുവാണ്, എൻ്റെ പേര് VISHNU പിന്നെ DARS പിന്നെ
ഇത് സർക്കിൾ, ഇത് ട്രയാങ്കിൾ, സ്ക്വയർ. സ്ക്വയർ അറിയാം. നമ്മൾ ഇത് ഉണ്ട പോലെ സാധനമുണ്ട്. ഇത് സർക്കിൾ, ഇത് റെക്ടാങ്കിൾ, ഇത് സ്ക്വയർ, ഇത് ട്രയാങ്കിൾ. ഇത് ട്രയാങ്കിൾ, ഇത് സർക്കിൾ, ഇത് റെക്ടാങ്കിൾ, ഇത് ഹാർട്ട്. ഹാർട്ട് ഇങ്ങനെ വരുന്ന സാധനം പണ്ട് ഇരുന്നത് ഇങ്ങനെയായിരുന്നു. ഇപ്പൊ പഠിച്ചത് ഇങ്ങനെ. ഇത് ഹാർട്ട്, ഇത് സ്ക്വയർ, ഇത് പിന്നെ ഓവൽ അല്ലേ, ഓവൽ. ഇത് സ്റ്റാർ. സ്റ്റാറിന്റെ സ്പെല്ലിംഗ് അറിയാം, STAR, സ്റ്റാർ. ഇതാണ് ഡയമണ്ട്. ഡയമണ്ട് ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് ഓക്ടഗൺ. ഇവിടെ ഞാൻ എന്താ എഴുതിയിട്ടുണ്ട്. ഇതാണ് കുറെ വീടുണ്ട്. ഇത് പിന്നെ എന്താ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ വേറെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കാണിച്ചു തരാം. ഇത് കുറെ ഷേപ്സിനെ കുറിച്ചിട്ട്. ഷേപ്സ് അല്ല, ഇത് എന്നാലും കുറെ കളറാണ്. കളർ എന്ന് പറഞ്ഞത് ഇത് പന്നികളാണ്, പന്നിയാണ് അല്ലേ, പന്നി. കാട്ടുപന്നി പോലെ ഇച്ചിരി ഇരിക്കും, പക്ഷെ ഇതിന്റെ ഇതാണ്. ഇത് മുയലിൻ്റെത് ഇതാണ് അല്ലേ. ഇത് ഫോക്സിൻ്റെത് ഇതാണ്. ഈ കാക്കേൻ്റെത് ഇത്. ഇനി ഇത് അണ്ണാനാണ്. അണ്ണാനല്ലേ. പിന്നെ ഇത് കണ്ടോ നിങ്ങൾ? ഇത് കണ്ടില്ലേ? ഒരു കാക്കയാണ് ഇവിടെ കിടത്തേക്കുന്നത്. എന്തിനാന്നറിയോ? കാക്കയ്ക്ക് വരി കാണിച്ചത്. അതിന്റെ കൂട്ടിലോട്ട് പോകണം. എനിക്ക് വരി അറിയാം, കാണിച്ചു തരാം. ഇവിടുന്ന് പോകണം. നമ്മൾ ഇവിടുന്ന് പോയിട്ട് അല്ലത് ഇവിടുന്ന് പോയി, ഇവിടുന്ന് പോയി ഈ സ്ഥലത്ത് പോകണം. ഇതാണ് നമ്മുടെ സ്ഥലം. ഇത് ഇവിടുന്ന് പോയാൽ ഈ അപ്പുറം ഉണ്ടല്ലോ, അപ്പുറത്തോട്ട് നമ്മൾ കടക്കണം. ആ കടക്കിട്ട് ഇവിടെ സ്ഥലം. ഇതാണ് അതിന്റെ കാക്കേന്റെ കൂട്. അവിടെ പോകണം. അതാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇത് ഫോക്സ് നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഫോക്സ് ഒരു എന്താ മരത്തിന്റെ ഒരു ചെറിയ മരത്തിന്റെ ഇവിടെ കയറി നിൽക്കുന്നു അല്ലേ? ഇത് കാക്ക ഇങ്ങനെ നിൽക്കുന്നു അല്ലേ? ഉണ്ടായിട്ടുണ്ട്. ഇത് കണ്ടോ? ഇതിന് ഷേപ്സ് ഉണ്ട്. ഇത് എന്താണ്? ഇത് സ്ക്വയർ ആണ്. സ്ക്വയർ. സർക്കിൾ ആണ് അല്ലേ? സർക്കിൾ. സെമി സർക്കിൾ. ഇതാണ് സെമി സർക്കിൾ. പിന്നെ ഇത് ഹാർട്ടാണ്. ഹാർട്ട് നിങ്ങൾക്ക് പലപ്പോൾ അറിയാം. ഇതാണ് എന്താണ്? സ്ക്വയർ. ഇത് റെക്ടാങ്കിൾ ആണ്. സ്ക്വയർ. ഇത് സ്ക്വയർ. ഇത് റെക്ടാങ്കിൾ. ഇത് സ്ക്വയർ, ഇത് റെക്ടാങ്കിൾ. കാണാൻ ഇച്ചിരി ഒരുമിച്ച് പോലെ ഇരിക്കുമെങ്കിൽ ഇത് സത്യത്തിൽ സ്ക്വയർ ആണ്. ഇതാണ് റെക്ടാങ്കിൾ. ഇത് പെൻഡഗൺ. പെൻഡഗൺ. പിന്നെ ഇതാണ് ട്രയാങ്കിൾ, സ്റ്റാർ. ഇതിന്റെ കുറെ നമ്മുടെ ലോകത്തിലുള്ള സാധനങ്ങൾ അത് കാണിച്ചു തരുമ്പോൾ ഇതാണ് നമ്മുടെ വീട്. ഇങ്ങനെ കാണാനേ വീടുണ്ട്. ഇത് പിസ്സ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? അത് റെക്ടാങ്കിൾ. അത് മുറിക്കുമ്പോൾ തന്നെ റെക്ടാങ്കിൾ ഷേപ്പാണ്. ട്രയാങ്കിൾ. ഇതാണ്. അത് വേണ്ട, ഇത്രയും മതി. ഇന്നത്തെ ഇഷ്ടപ്പെട്ടെന്ന് പറയാം.
ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. ടാറ്റാ ബൈ ബൈ. ഒക്കെ സീ യു. പിന്നെ ഇത് കണ്ടോ, ഇതൊരു നമ്മള് എന്തൊരു സാധനമാണ്, എനിക്ക് കറക്റ്റ് പിടിയിട്ടുണ്ട്. അപ്പൊ ഇത് ബോളാണ്, നമ്മൾ തട്ടി കളിച്ചിട്ടുണ്ടായിരിക്കും. ബോളിനെ നമ്മൾ തട്ടി കളിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സമയമുണ്ട്. അത് കണ്ടില്ലേ, അത് എന്നാലും ഒരു സർക്കിൾ ക്ലോക്ക് ആയിട്ടായിരിക്കും ഗിഫ്റ്റ് അഥവാ. പക്ഷെ ഇത് കാണാൻ സ്ക്വയർ ഷേപ്പ് അങ്ങനെ ഉണ്ട്. അങ്ങനെ പല ഷേപ്സിലുള്ള എല്ലാം ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ ബോളാണ്. ഈ ബോളുണ്ട്, ഈ സാധനമുണ്ട്, അത് കാണിച്ചു. ഞാൻ ബോളിനെ കുറിച്ച് പരിചയപ്പെട്ട പോലെ കഴിഞ്ഞു. ഇത് കഴിഞ്ഞില്ല, കുറച്ചുണ്ട്. ഇതൊന്ന് പരിചയപ്പെടുത്തില്ലേ വേണ്ടേ? ഓക്കെ, ഇതിന്റെ മിക്കി മൗസിന്റെ ആണ്. നിങ്ങൾക്കറിയാം മിക്കി മൗസിനെ പണ്ട് കാർട്ടൂൺ. ഇതിന്റെ പേരാണ് വിഷ്ണുദർ ശുഭി. നിങ്ങൾ പണ്ട് കണ്ടിട്ടുണ്ടായിരിക്കും ചോട്ടാബിനെ കാട്ടുന്നത്. അതുപോലെ ചോട്ടാബി ഇത്ര വലുതായത് ചോട്ടാബിയുടെ നെട്ടൊക്കെ കഴിച്ചിട്ടൊക്കെയാണ്. പിന്നെ അത് ഈ ചുടന് ബലൂണൊക്കെ കളിച്ചിട്ടൊക്കെ ആയിരിക്കുന്നത്. പിന്നെ അത് നമ്മൾ ഇതിൻ്റെ അടിയിൽ വെക്കാം. അടുത്ത കാഴ്ചയിലേക്ക് പോവാം. ഇത് സീ ഹോർസ് ആയിരിക്കും. ഇത് കടൽ കുതിര. നമ്മൾ പെൺകുതിര, പെൺകടൽ അമ്മ നല്ല ശ്രമിക്കുന്നു, കണ്ടിട്ടുണ്ട് അല്ലേ? ഉണ്ട്. പക്ഷെ ഗേൾസ് അല്ലേ? പക്ഷെ ഇത് ഈ കടൽ കുതിര നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത് കടൽ കുതിര പെണ്ണായിട്ട് പ്രസവിക്കുന്നതാണ്. അത് കറക്റ്റ് അല്ല, തെറ്റ അല്ലേ? ആണ്. പക്ഷെ നമ്മുടെ കടൽ കുതിര പ്രസവിക്കുന്ന